ബോട്ടിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് വീഡിയോ കമന്റ് ആയിട്ടേ. വേറെ ഒന്നുമല്ല, ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് ഈ ഒരു നിർവാണ ആയോണ്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവരങ്ങോട്ട് അൺബോക്സ് ചെയ്ത് ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഓഫറുകളെല്ലാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ 2299 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് 1499 എത്തുന്നു. കൂടാതെ ഇത്രയും എന്താ പറയുക ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ ആരായാലും കണ്ണും പൂട്ടി അങ്ങ് വാങ്ങിക്കും. അങ്ങനെയാണ് ഉറപ്പായിട്ടും ഈ നിർവാണ അയോൺ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതങ്ങോട്ട് ചൂടപ്പം പോലെ അങ്ങ് വിറ്റ് പോയത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1499 വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ വാങ്ങിച്ചത് 1799 ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1789 കിട്ടും. എന്നാൽ നോർമൽ റേറ്റ് ഉറപ്പായിട്ടും ഇത് കഴിയുമ്പോഴത്തേക്ക് 2299 മാറും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2300 ആയിക്കോട്ടെ, അതല്ല 2000 രൂപയ്ക്കുള്ളിൽ ആയിക്കോട്ടെ, ഈ ഒരു നിർവാണ അയോൺ നമ്മൾ വാങ്ങിച്ചാൽ വത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഏതൊരു ഗാഡ്ജറ്റ്സ് ആണെങ്കിലും, അതല്ല ഈ ഒരു നിർവാണ അയോൺ ആണെങ്കിൽ പോലും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZStore എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞാൻ വാങ്ങിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കാം. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZStore. അപ്പോൾ ഇതാണ് നമ്മുടെ നിർവാണ അയോൺ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. എന്നാൽ കുറച്ച് ബൾക്കി 2021 കാലഘട്ടങ്ങളിൽ ബോട്ട് ഇറക്കിക്കൊണ്ടിരുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, അതുപോലാണ് എനിക്കിത് കാണുമ്പോഴത്തേക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു സിൽവർ പ്ലേറ്റഡ് ആ ഒരു ലൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ബോട്ട് ഒന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ LED ലൈറ്റ് കാണാം, ഏറ്റവും ഇടയിൽ ഒരു Type-C പോർട്ടും റീസെറ്റ് ബട്ടണും കാണാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 600 mAh ബാറ്ററി കപ്പാസിറ്റി ഒരു പവർ ബാങ്ക് കൂട്ടിയിട്ടുണ്ട്. അപ് ടു 120 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മളൊരു 60% കേട്ടാൽ മാത്രം. കൂടാതെ 2.5 hours ഉണ്ട് 100% ഇത് ചാർജ് ആകാനായിട്ട്. 5V2A അല്ലെങ്കിൽ 5V1A വെച്ച് നമുക്ക് ഈ ഒരു കേസ് ചാർജ് ചെയ്യാൻ കേട്ടോ. എന്തായാലും ബോക്സിൽ 5V2A എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ലിഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 5V1A. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും 5V2A ഔട്ട്പുട്ട് അതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചാർജർ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ ഒരു ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉള്ളതിനെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ നമ്മൾ പെയർ ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ആദ്യമേ എടുത്ത് പറയേണ്ടത് കുറച്ച് ബൾക്കിയാണ്. അതിൽ വേറൊരു സംശയമില്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നാൽ ഒരു യുണീക് ഡിസൈൻ ആണ്. ബോട്ടിന്റെ ലോഗോ പറയലുണ്ട്, LED ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ട്. കൂടാതെ സ്റ്റെമ്മിൽ ഒരു വേവ് ടെക്സ്ചറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 4.9 grams ഉണ്ട് ഓരോ ഇയർബഡുകൾക്കും വെയിറ്റ്. സോ മറ്റുള്ള ഇയർബഡുകൾ നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചൊരു ഹെവിനെസ് ഇതിൽ ഫീൽ എന്നുള്ളൊരു വേറൊരു സംശയമില്ല. കൂടാതെ 70 mAh വീതം ഓരോ ഇയർബഡുകളിലും ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. അത് നമ്മളൊരു 60% കേൾക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അങ്ങോട്ട് 15-ലേക്കോ 12-ലേക്കോ പോകും. അതും വേറൊരു സംശയമില്ല. 1 മണിക്കൂർ വേണം 100%-ലേക്ക് ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. ഈ ഒരു ബോട്ടിന്റെ ലോഗോ ഇല്ലേ, ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറൊരു സംശയമില്ല. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുകയാണെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ കണ്ടോ വോളിയം അങ്ങോട്ട് ഡൗൺ ആവും. കൂടാതെ കോട്ട് ടാപ്പ്, അതായത് 4 പ്രാവശ്യം നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് കണ്ടോ അങ്ങോട്ട് വർക്ക് ആവും. അതേപോലെ തന്നെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിലാണ് ഇതിനകത്തുള്ള 60 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നത്. ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള 2 EQ മോഡ്സ് ആയ സിഗ്നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് സൗണ്ടും അങ്ങോട്ട് സ്വിച്ച് ഓവർ ആവുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക, കുറച്ച് ബൾക്കി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ കുറച്ച് ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിരുന്നാലും അതങ്ങോട്ട് നമ്മളെ ബാധിക്കില്ല. കാരണം നല്ല രീതിക്ക് അങ്ങോട്ട് ക്ലോസ്ഡ് ആക്കി വെക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെവിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് കുറേ നേരം അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു പ്രവണത ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് നിർവാണ അയോണിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. ഔട്ട്ഡോറിൽ ഇതിനകത്ത് 4 മൈക്ക് വീതമുണ്ട്. അതായത് കോട്ട് മൈക്ക് വിത്ത് ENS ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ
അത് വർത്ത് ബൈങ് ആകുമോ? ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കൂടെ ഉണ്ട്. സോ നമ്മൾ 100% പാട്ടാ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. കൂടാതെ ഇതിനകത്ത് 2 EQ മോഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സിഗ്നേച്ചർ സൗണ്ടും കൂടാതെ ബാലൻസ്ഡ് സൗണ്ടും. സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഹൈഫൈ DSP ചിപ്സെറ്റിന്റെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഉണ്ട്. അതാണ് നമുക്ക് അവിടെ സിഗ്നേച്ചർ സൗണ്ടിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഒരു ഉത്സവ പറമ്പിൽ പാട്ടിടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് 100% ഇടുമ്പോഴത്തേക്ക് അമ്മാതിരി ഒരു ഔട്ട്പുട്ടാണ്. അതായത് ഡിസ്ട്രാക്ഷൻസ് ഇല്ല, എന്നാൽ നല്ല അടിപൊളി ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബേസ് ഡോമിനേറ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു സിഗ്നേച്ചർ സൗണ്ടിൽ. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഇഷ്ടപ്പെടും. എന്നാൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ബാലൻസ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസ് അത്യാവശ്യമുണ്ട്, എന്നാൽ ഭയങ്കര വലിയ രീതിക്ക് ബേസ് ഒന്നും ഇല്ലാണ്ട് വോക്കൽ കുറച്ചുകൂടി ഒന്നിട്ട് എന്താ പറയുക ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമ്മുടെ 161 ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ബാലൻസ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ബേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട് തന്നെ. ഭയങ്കര വലിയ ബേസ് ലവർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബേസും അതായത് ആ ബാലൻസ്ഡ് ഔട്ട്പുട്ടിലുള്ള ബേസും എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ബേസ് ലവർ ആണെങ്കിൽ കണ്ണുമൂട്ടി വാങ്ങിച്ചോളൂ. അടിപൊളി ബേസ് ആണ്, അതിൽ വേറെ ഒരു സംശയമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. എന്നാൽ ജോഗിങ്ങിന് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നോ പ്രോബ്ലം യൂസ് ചെയ്തോളൂ. ഇനി നമ്മുടെ 60 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സിംഗിൾ ടാപ്പ് വലിയ പ്രശ്നമില്ല, പക്ഷേ ഓട്ടോ ഇടുമ്പോഴത്തേക്ക് കണ്ടോ ചെറിയൊരു പൊട്ടിക്ക് ഡിലേ ഉണ്ട് അല്ലേ? കണ്ടോ ചെറിയൊരു പൊട്ടിക്ക് ഡിലേ. എന്തായാലും വലിയ ഡിലേ ഒന്നും ഇല്ല അല്ലേ? ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും കളിച്ചു പോകാൻ പറ്റും. പക്ഷേ ഒരു പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ ഡിലേ അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ SBC കോഡക്കിൽ ഇട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് ആ ഒരു 60 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ പക്ക ആ ഒരു 60 ms തന്നെ കിട്ടും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ നിന്ന് അങ്ങോട്ട് ഊരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോസ് ആവും. കൂടാതെ നമ്മൾ ചെവിയിൽ അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആവും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റിൽ ഈ ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് നിർവാണ അയോണിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വന്നത്. 2299 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്ത് ബൈങ് ആകുമായിരുന്നു. എപ്പോഴെന്നറിയോ? ഇതിനകത്തൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വേണമായിരുന്നു, കൂടാതെ വെയറിംഗ് കംഫർട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എങ്കിൽ. എന്നാൽ 1500 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം. 1500 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു നിർവാണ അയോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 100% എഴുതി വെച്ച് തരാം, നിങ്ങൾക്കത് വർത്താണ്. കാരണം മ്യൂസിക് ക്വാളിറ്റി മറ്റുള്ള ഇവരുടെ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ കേട്ട് നോക്കിക്കേ, മ്യൂസിക് ക്വാളിറ്റി ഒന്നുമില്ല. അതിൻ്റെക്കാളും ഫാർ ബെറ്റർ ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മ്യൂസിക് ക്വാളിറ്റി എന്നുള്ളൊരു വേറൊരു സംശയമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റിയൽമി T300 ആണോ അതല്ല നിർവാണ അയോണോ ബെറ്റർ എന്നുള്ളത്. ഞാൻ പറയുന്നത് മോർ ആ ഒരു വെയറിംഗ് കംഫർട്ട്, കൂടാതെ കുറച്ചുകൂടി ഒരു പ്രീമിയം ക്വാളിറ്റി ആ ഒരു എന്താ പറയുക ആ ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു T300 ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ബേസ് ഭയങ്കര ഇട്ടിയുള്ളതാണ് വേണ്ടത്, ഒരു ജില്ലായിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിർവാണ അയോൺ ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കംഫർട്ടിന്റെ കാര്യം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ ചെവികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കംഫർട്ട് ഡിസ്കംഫർട്ടായിട്ട് മാറിയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് നിർവാണ അയോണിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.